വിശ്വസാഹിത്യകാരൻ ഒ ഹെൻറിയുടെ ദ കോപ്പ് ആൻഡ് ആന്തം എന്ന ചെറുകഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരം. നാടകം ഭ്രാന്ത്. സോപ്പി, എന്റെ പ്രിയപ്പെട്ട സോപ്പി, ഇനിയെങ്കിലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കൂ. ദേ നോക്കിയേ, വൃക്ഷങ്ങളുടെ ഇലകൾ ഓരോന്നായി കൊഴിഞ്ഞു തുടങ്ങി. ഈ മാൻഡിസൺ പാർക്കിനോ കീറിയ പുതപ്പിനോ വരാനിരിക്കുന്ന മഞ്ഞുകാലത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാനാവില്ല. തണുത്തു മരവിച്ചു മരിക്കണോ അതോ ജീവിക്കണോ? സ്വപ്നങ്ങൾ ഒരു ക്രൂര മൃഗത്തെ പോലെ എന്നെ വേട്ടയാടുന്നു. ഈ കൊഴിഞ്ഞു വീഴുന്ന ഓരോ ഇലകളും വരാനിരിക്കുന്ന മഞ്ഞുകാലത്തെ കുറിച്ച് ഹിമദേവൻ എഴുതുന്ന ഓരോ എഴുത്തുകളാണ്. സോപ്പി, തണുപ്പിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ നിനക്കേ സാധിക്കൂ. നിന്റെ മനസാക്ഷിയെ പറയുന്നേ, എന്തു വില കൊടുത്തും ഈ തണുപ്പിനെ അതിജീവിക്കണം. എനിക്ക് ഈ തണുപ്പ് കാലത്ത് കഴിക്കാൻ ആഹാരവും കുടിക്കാൻ വീഞ്ഞും കിടക്കാൻ ചുറ്റും കരിങ്കൽ ഭിത്തികളുള്ള ചെറിയ ഒരു മുറിയും അത്ര മാത്രം മതി. വരാനിരിക്കുന്ന മഞ്ഞുകാലത്തെ അതിജീവിക്കാൻ ഗവൺമെന്റ് മഞ്ഞുകാല വസതികൾ തുറന്നിരിക്കുന്നു. വിഭവ സമൃദ്ധമായ ഭക്ഷണവും മദ്യവും തണുപ്പിനെ അതിജീവിക്കാനുള്ള താമസ സൗകര്യവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാവരും പണമടച്ച് പേരുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുക. കയ്യിലൊരു തുട്ടു പണമില്ലാതെ എങ്ങനെ ഞാൻ ബുക്ക് ചെയ്യും? വരാനിരിക്കുന്ന അതിശൈത്യം എന്റെ ജീവൻ കൊണ്ടുപോകും. എന്റെ ജീവൻ കൊണ്ടുപോകും. എന്റെ ജീവൻ കൊണ്ടുപോകും. ഇല്ല, എന്തു വില കൊടുത്തും ഞാൻ ജീവിക്കും. ഞാൻ ജീവിക്കും. ഞാനേ ഒരു തെറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോ ഗവൺമെന്റ് എന്നെ ജയിലിലടയ്ക്കും. അവിടെ വിശപ്പകറ്റാൻ ഭക്ഷണവും തണുപ്പിനെ അതിജീവിക്കാൻ മദ്യവും കിട്ടും. ചുറ്റും കരിങ്കൽ ഭിത്തികളുള്ള മുറിയും. സോപ്പി, എത്രയും വേഗം നീ തെറ്റ് ചെയ്യൂ. ആ തെറ്റ് നിന്നെ അതിവേഗത്തിൽ തടവറയിലെത്തിക്കട്ടെ. തടവറയുടെ വാതിലുകൾ നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. ഇവിടെ നിന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പണമില്ലെന്ന് പറഞ്ഞാൽ ഇവരെന്നെ പോലീസിലേൽപ്പിക്കും. അവിടെ നിന്ന് ജയിലിലേക്ക്. സഹോദര, പതിയെ കഴിച്ചാൽ മതി. നിങ്ങൾക്ക് വയറ് നിറച്ച് കഴിക്കാൻ ഇവിടെ ധാരാളം ഭക്ഷണമുണ്ട്. എന്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് തരാനുള്ള പണം എന്റെ കയ്യിലില്ല. നിങ്ങൾ വേഗം എന്നെ പോലീസിൽ ഏൽപ്പിക്കുക. പോലീസിനെ വിളിക്ക്, ഏൽപ്പിക്കെന്നെ വേഗം. എടാ, നിന്നെ പോലുള്ളവരെ നേരിടാൻ പോലീസൊന്നും വേണ്ട. ഈ ഞാൻ ധാരാളം മതി. നീ കഴിച്ച ഭക്ഷണത്തിന്റെ പണം നിന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് ഞാൻ മുതലാക്കും. നടക്കണ, പോലീസിനെ വിളിക്ക്. നടക്കണ കിച്ചണിലേക്ക്. ഇനിയും ജയിലെത്താൻ വൈകിയാൽ ഞാൻ ഇവിടെ കിടന്ന് തണുത്ത് മരിക്കും. എനിക്ക് എത്രയും വേഗം ജയിലിലെത്തണം. ഈ കല്ലുകൊണ്ട് ആ കച്ചവടക്കാരന്റെ സാധനങ്ങൾ ഞാൻ എറിഞ്ഞു തകർക്കും. കല്ലെറിഞ്ഞിട്ട് ഓടണേ. കല്ലോ? ഇത് മുകളിൽ നിന്ന് വീണോ? ഉൽക്കയാ? നിർത്ത്. ഇപ്പൊ പോയ കുതിരവണ്ടിയില്ലേ, അതിന്റെ ചക്രത്തിന് തെറിച്ചതാ. മണ്ടന്മാരെ, ആ കല്ല് ഞാൻ എറിഞ്ഞതാ. നിങ്ങൾ വേഗം എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുമോ? എന്നെ പോലീസിൽ ഏൽപ്പിക്കുമോ? എന്നെ പോലീസിൽ ആരെങ്കിലും ചെയ്ത തെറ്റ് സമ്മതിക്കോ? ഇവന് ഭ്രാന്ത. ഇനി നിന്നെവിടെ കണ്ടുപോകരുത്.
കല്ലെറിഞ്ഞ് ഓടിക്കുവിനെ. അയ്യോ എറിയില്ലേ, കല്ലെറിയില്ലേ, എറിയില്ലേ, അയ്യോ അയ്യോ. ഇവളുടെ ബാഗ് തട്ടിപ്പറിക്കാം. ഇത്തവണ ഞാൻ തീർച്ചയായിട്ടും ജയിലിലെത്തും. ബാഗ് താടി ഇങ്ങോട്ട് താടി. നിനക്ക് നിന്റെ ബാഗ് വേണമെങ്കിൽ നീ പോലീസിനെ വിളിക്ക്. ഞാൻ നിന്നെ ആക്രമിച്ചെന്ന് പറ. നിന്നെ പോലുള്ള ഭ്രാന്തന്മാരെ നേരിടാൻ ഈ ചെരുപ്പ് മതി. അയ്യോ എന്താടാ അവിടെ കിടന്ന് പരിങ്ങണേ? ഒന്നുമില്ല. ഈ പോലീസുകാരനെ 2 ചീത്ത വിളിച്ച വിചാരണ കൂടാതെ ജയിലിലെത്താം. നീ എന്താടാ നോക്കണേ? നീ എത്ര വലിയ പോലീസായാലും എനിക്കൊന്നുമില്ല. ഇടിച്ച് നിന്റെ മൂക്കിയാൻ പരത്തും. ഓടാ മോനെ, നിന്നെ പോലെ സുഖമില്ലാത്തൊരു അനിയൻ എനിക്കുണ്ട്. ഈ പണം കൊണ്ട് നീ എന്തെങ്കിലും വാങ്ങിക്കഴിക്കും. ദൈവമേ, ഈ തണുപ്പത്ത് എവിടെ കിടന്ന് മരിക്കാനായി എന്റെ വിധി. ഈ തണുപ്പ് എന്റെ മജ്ജയിലേക്കും കണ്ണുകളിലേക്കും ഇരച്ചു കയറുന്നു. മരണം ഏത് നിമിഷവും എന്നെ തേടിയെത്താം. അയ്യോ അയ്യോ അയ്യോ. മോനെ, ചെറുപ്പത്തിൽ എൻ്റെ മോൻ എത്ര നല്ലവനായിരുന്നു. നീ ഓർക്കുന്നില്ലേ? നല്ല മനസ്സോടെ ഉണ്ണിയേശുവിനെ ഹൃദയത്തിൽ വരവേൽക്കുന്നത്. മറ്റുള്ളവർ നിന്നെക്കുറിച്ച് എത്ര നല്ല കാര്യങ്ങളാണ് സംസാരിച്ചിരുന്നത്. മോനെ, എങ്ങനെ നിനക്ക് തെറ്റ് ചെയ്യാൻ തോന്നുന്നു മോനെ? അമ്മേ, ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ. ഇനി മുതൽ ഞാൻ നല്ലത് മാത്രമേ ചെയ്യൂ. നീ ആരാണ്? എന്തിനാണ് ഈ അസമയത്ത് പള്ളിയിൽ വന്നിരിക്കുന്നത്? സത്യം പറ, നീ കള്ളനല്ലേ? പൊൻകുരിശ് മോഷ്ടിക്കാൻ വന്ന കള്ളൻ അല്ല, ഞാൻ പ്രാർത്ഥിക്കാൻ വന്നതാ. നീയല്ലേ എന്റെ ബാഗ് തട്ടിപ്പറിച്ചത്? ഇവൻ കള്ളനാ. സഹോദരി, അങ്ങനെയല്ലത്. ഇവൻ കള്ളനാ. ഇവൻ എന്റെ കടയിൽ വന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് പണം തരാതെ പോയവനാ. അയ്യോ, ഞാൻ കള്ളനല്ല. നീ എന്റെ മുമ്പിൽ ഭ്രാന്തനായി അഭിനയിച്ചെന്നല്ലേ? ഇവൻ കള്ളനാ. ഇനിയുള്ള നിന്റെ ജീവിതം ജയിലിലായിരിക്കും. അമ്മേ, ഞാൻ കള്ളനല്ല. എനിക്ക് ജയിലിൽ പോവണ്ട. ഞാൻ കള്ളനല്ല. എനിക്ക് നല്ല മനുഷ്യനായി ജീവിക്കണം. നല്ല മനുഷ്യനായി ജീവിക്കണം. നല്ല വ്യക്തിയിൽ നിന്ന് നല്ല സമൂഹവും നല്ല സമൂഹങ്ങൾ നല്ല ലോകവും പ്രദാനം ചെയ്യും. വലിയൊരു ലോകം നന്നാവാൻ ചെറിയൊരു സൂത്രമോതാൻ ഞാൻ. ആദ്യം മനുഷ്യ, നീ നന്നാവുക. As we all know, we will shine upon that star. You show your love, God, you're beautiful. You told me you will be there for me. I feel your love, 'cause I do believe. I see you smile down